സുപ്രഭാതം. ഇന്ന് വീബസ് ആർട്സ് ഡേ, 1179 ദിനം. 1180 ദിനം നാളെ വ്യത്യസ്തമായ മറ്റൊരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. നാളെ മുതൽ ടൈം ചേഞ്ച്. 1180 ദിനത്തിൽ യോഗയുടെ പ്രാധാന്യത്തെ കുറിച്ച് പോകും. ഇന്ന് ആർട്സ് ഡേ. നമുക്ക് നേരെ പോകാം ജോസഫ് ജോൺ സാറിലേക്ക്. ടു ജോസഫ് ജോൺസൺ. താങ്ക് യു. ജോസഫ് ജോൺ സാർ. ഓക്കെ. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് ആർട്സ് ഡേയിൽ നമുക്ക് കലാവിരുന്ന് ഒരുക്കുന്നത് ടീം 4 ആണ്. ജീവിതത്തിന് പ്രകാശം പകരാനുള്ള സന്ദേശവുമായി എത്തുന്ന ടീം 4-നെ ഇന്നത്തെ ആർട്സ് ഡേയുടെ പരിപാടികൾ അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വി ഫസ്റ്റിന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വിളക്ക് കൈവശമുള്ളവൻ എന്നും വിശ്വം ദീപമയം. അതെ, നന്മയുടെ വെളിച്ചം മനസ്സിൽ സൂക്ഷിക്കുന്ന ഓരോ ആളുകൾക്കും ഈ ലോകം എത്ര ഇരുട്ടിലാണെങ്കിലും വെളിച്ചം നിറഞ്ഞതാവും. നമ്മുടെ വി ബെസ്റ്റ് ഹൃദയബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വെണ്മ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാം ആയിരിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കഴിവിന്റെ പരമാവധി ആ വെളിച്ചം ഈ വിശ്വത്തിന് പകരാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ. ഈ വി ബെസ്റ്റിലെ ഓരോ അംഗത്തെയും നന്ദിയോടെ ഓർത്തുകൊണ്ട്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ വി ഫസ്റ്റിന്റെ കലാവിരുന്ന് ആരംഭിക്കട്ടെ. വെളിച്ചം പകരുന്നവർ ഞങ്ങൾ സാദരം സമർപ്പിക്കുന്നു. വെളിച്ചം പകരുന്നവർ, പ്രകാശം പരക്കട്ടെ. കല്യാണം ആരോഗ്യം ധനസമ്പദഃ ശത്രുബുദ്ധി വിനാശായ ദീപജ്യോതിർനമോസ്തുതേ ദീപജ്യോതിർനമോസ്തുതേ ശുഭം കുരു ത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ. ശുഭം കുരു ത്വം കല്യാണം ആരോഗ്യം ധനസമ്പദഃ. ഓ ദീപ ബ്രഹ്മരൂപസ്ത്വം ജ്യോതിഷാം പ്രഭുരവ്യയഃ. ഓ ദീപ ബ്രഹ്മരൂപസ്ത്വം ജ്യോതിഷാം പ്രഭുരവ്യയഃ. ആരോഗ്യം ദേഹി പുത്രാംശ മതിം സ്വച്ഛാം ഹി മേ സദാ. പ്രകാശം പരക്കട്ടെ. മനോമുകുരത്തിൽ വിളങ്ങുന്ന വെളിച്ചത്തെ ദർശിക്കുന്നതിനായി മിഴികൾ കൂമ്പി കുപ്പുകൈകളോടെ ഈശ്വര പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുങ്ങാം. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി നമ്മുടെ വീബസ്റ്റിന്റെ പ്രകാശമായിട്ടുള്ള ലിസി ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു കാർത്തിക ജി. പ്രകാശം പരക്കട്ടെ. നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എൻ ഭയമല്ലേ,
അമ്മേ നീ എന്നഭയമല്ലേ, നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ ഭയമല്ലേ, അമ്മേ നീ ഭയമല്ലേ. കൈവെടിയ കന്യാമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ, നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നഭയമല്ലേ, അമ്മേ നീ എന്നഭയമല്ലേ. എന്റെ ഹൃദയം തളരും നേരം എനിക്കു താങ്ങണമേ, എന്റെ ഹൃദയം തളരും നേരം എനിക്കു നിൽക്കണമേ, നിന്റെ ദയ തൻ കൽപ്പടവിൽ നീ എന്നെ ഇരുത്തേണമേ, അമ്മേ കനിവിൻ കേദാരമേ, നീ എന്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ ഭയമല്ലേ, അമ്മേ നീ എന്നഭയമല്ലേ. പ്രകാശം പരക്കട്ടെ. താങ്ക് യു. മൈക്ക് മ്യൂട്ടാണ്. കാർത്തികേരി. ഓക്കെ, പ്രകാശം പരക്കട്ടെ ടീച്ചർ. അടുത്തതായി നമ്മളെ എല്ലാവരെയും വെളിച്ചം പകരുന്ന ഈ ബസ്സിലെ നമ്മുടെ എല്ലാ സഹൃദയരെയും സ്വാഗതം ചെയ്യുന്നതിനായി സ്വാഗത ഗാനം ആലപിക്കാൻ എത്തുന്നു നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മിടുമിടുക്കിയായ ശ്രീജ ടീച്ചർ. എല്ലാവർക്കും നമസ്കാരം. പ്രകാശം പരക്കട്ടെ. പുലർകാല സുദിനത്തിൽ ഏവർക്കും സ്വാഗതമരുളുന്നു ഈ ഫസ്റ്റ്. പുലർകാല സുദിനത്തിൽ ഏവർക്കും പുലർകാല വന്ദനം, സ്വാഗതം. ബെസ്റ്റിൻ സാരഥിയാമാചാര്യൻ ബൈജുവിന് സ്വാഗതമരുളുന്നു. ആത്മാവിൻ സംഗീതം മധുരമായി മീട്ടുന്ന ഐസറിനും സ്വാഗതം. ആത്മാവിൻ സംഗീതം മധുരമായി മീട്ടുന്ന ഐസറിനും സ്വാഗതം. ആരോഗ്യമുള്ളതായ ജീവനു താങ്ങ കഥയുടെ കുത്തുകൾ വാരി വിതറുന്ന കാതികൻ ഈ ബെസ്റ്റിൻ സജീഷ് മാഷ്. സുന്ദര സുദിനത്തിൽ ഇവർക്കും പുലർകാല വന്ദനം, സ്വാഗതം. ചന്ദ്രനെയും സൂര്യനെയും താരാഗണങ്ങളെയും പോലെ വിളങ്ങിടും നമ്മൾ ആത്മബന്ധുക്കൾ. ചന്ദ്രനെയും സൂര്യനെയും താരാഗണങ്ങളെയും പോലെ വിളങ്ങിടും നമ്മൾ ആത്മബന്ധുക്കൾ. പുലർകാല സുന്ദര സ്വപ്നം പോലെന്നും
പ്രഭ ചൊരിയട്ടെ നാം ആത്മബന്ധുക്കൾ. ജീവിതമുള്ള കാലം ഓർമ്മിച്ചു വയ്ക്കുന്ന കലാവിരുന്നിലേക്കേവർക്കും സ്വാഗതം. ജീവിതമുള്ള കാലം ഓർമ്മിച്ചു വയ്ക്കുന്ന കലാവിരുന്നിലേക്കേവർക്കും സ്വാഗതം. പുലർകാല സുന്ദര സുദിനത്തിൽ ഏവർക്കും സ്വാഗതമരുളുന്നു വി ഫസ്റ്റ്. പുലർകാല സുന്ദര സുദിനത്തിൽ ഏവർക്കും പുലർകാല വന്ദനം. സ്വാഗതം സ്വാഗതം സ്വാഗതം. പ്രകാശം പരക്കട്ടെ. താങ്ക് യു. പ്രകാശം ഗംഭീരമായി പരക്കട്ടെ. ശരി. നീ സച്ചിനെ സോറി സൈസ, പ്രകാശം പരക്കട്ടെ. ബൈജു സർ മെസ്സേജ്. ഓക്കെ താങ്ക് യു. സോറി. ഹാപ്പി ആർട്സ് ഡേ. സുന്ദരമായൊരു തുടക്കം എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ആരോഗ്യവുമായിട്ട് ആർട്സ് ഡേ, ശാരീരിക ആരോഗ്യവും ആർട്സ് ഡേയും തമ്മിലുള്ള ആ ഒരു വളരെ അടുത്ത ബന്ധത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുന്നു. കാരണം നാളെ യോഗയിൽ മറ്റൊരു നമ്മുടെ ആരോഗ്യ 2025 എന്ന് പറയുന്ന ഹാപ്പി ആൻഡ് ഹെൽത്തി ഇയറിന്റെ തുടക്കമാവുന്നു. അപ്പൊ ശാരീരിക ആരോഗ്യവും ആർട്സുമായിട്ട് കണക്ഷൻ എന്താണെന്ന് ചിന്തിച്ചപ്പോൾ ഇന്നത്തെ സെഷൻ തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ ഇന്നത്തെ ആർട്സ് ഡേ തുടക്കം തന്നെ അതാണ്. എല്ലാവരുടെയും ഫിസിക്കൽ ആ ഒരു പ്രസൻസോട് കൂടിയാണ് ഇന്നത്തെ ഡേ ആരംഭിച്ചത്. കൺഗ്രാറ്റുലേഷൻസ് ടീം ഫോർ യു ബി മിസ് സൂപ്പർ ആൻഡ് ടീം. അതുപോലെ എല്ലാവരും മെസ്സേജ് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. കാരണം തുടക്കം സൂപ്പർ, ട്രെയിനിൽ നിന്നുള്ള പ്രസന്റേഷൻ അതിഗംഭീരം, ഇങ്ങനെ മെസ്സേജുകൾ നിറയാണ്. അപ്പൊ ഇന്നത്തെ ആർട്സ് ഡേ ഉയർത്താനും പ്രചോദിപ്പിക്കാനും സുഖപ്പെടുത്താനുമുള്ള കലയുടെ പ്രവർത്തന ശക്തിയെ നാം ആഘോഷിക്കുകയാണ്. ഉയർത്താനും പ്രചോദിപ്പിക്കാനും സുഖപ്പെടുത്താനുമുള്ള കല, അതാണ് ആർട്സ്. സുഖപ്പെടുത്തുന്ന കലയുടെ പ്രാധാന്യം. നമ്മൾ ഇപ്പൊ ഓരോ പ്രവൃത്തിയും ക്രിയാത്മകമായിട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ശാരീരികാരോഗ്യത്തിനും ക്ഷേമത്തിനുമാണ് മുൻകൈ നൽകുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളുടെ ഇന്നത്തെ ഡേ എല്ലാവരും പ്രഭാതത്തിൽ ഉണർന്ന്, പ്രത്യേകിച്ച് 4ാമത്തെ ഗ്രൂപ്പ് ഉണർന്ന് സുന്ദരന്മാരും സുന്ദരികളുമായി മാറി എല്ലാവരും കുളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ആ ശാരീരികാരോഗ്യം ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത കൊണ്ട് വന്നു എന്നുള്ളത് നോക്കാം. അപ്പൊ ശാരീരികാരോഗ്യവും കലയും 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആയിട്ട് ഒരു കാര്യമായിട്ട് പറഞ്ഞു വെക്കണം. നമ്മളുടെ ചലനവും സർഗാത്മകതയും ഒന്നാലോചിച്ചു നോക്കും. ഫിസിക്കലായിട്ട് ബന്ധപ്പെടും. നൃത്തം, യോഗ അല്ലെങ്കിൽ സംഗീതം കേൾക്കുമ്പോൾ, അതുകൊണ്ടാണ് നമ്മൾ ഈണമൊക്കെ അങ്ങനെ നമ്മൾ രൂപപ്പെടുത്തിയത്. അതുപോലെ ഒന്നും വേണ്ട, അതിലും ഒരു കലയുണ്ട്. ചലനവും ക്രിയാത്മകതയും തമ്മിൽ, അല്ലെങ്കിൽ സർഗാത്മകതയും തമ്മിലുള്ള കണക്ഷൻ. ഒരു നടത്തം പോലും, പ്രഭാതത്തിലെ ഒരു നടത്തം പോലും നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ, കലയെ ഉത്തേജിപ്പിക്കുന്നതാണ്, സർഗാത്മകതയെ ഉണർത്തുന്നതാണ്. ഇതും ശാരീരിക പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അപ്പൊ ഫിസിക്കൽ ഹെൽത്തുമായിട്ട് ഈ കലയ്ക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയണേ. 2, നമ്മളുടെ ശാരീരികമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകളെ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന്, സ്ട്രെസ് റിലീഫിനും എത്ര വലുതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കും. ഇപ്പൊ ഇന്നത്തെ ഡേ എനിക്ക് ഉറപ്പാണ്, ഈ തുടക്കം അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന ആർട്സ് ഡേ കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എത്ര ശതമാനം സമ്മർദ്ദവും ഉത്കണ്ഠയും കുറഞ്ഞു എന്ന് ആലോചിച്ചു നോക്കും.
അപ്പൊ ഈ സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയാനായിട്ടും എന്ത് സംഭവിക്കുന്നു? കല ഉപയോഗിക്കുന്നു. അങ്ങനെ മൊത്തത്തിലുള്ള ശാരീരികമായിട്ടുള്ള അതുപോലെ മാനസികമായിട്ടുള്ള ക്ഷേമം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം, പ്രകൃതിയിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം കണ്ടെത്തി നമ്മൾ കലാപരമായ ആവിഷ്കാരത്തിന് ഒരു ഉത്തേജകമായി ഈ ആർട്സ് ഡേ ഉപയോഗിക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങളും ബാഹ്യ പരിവേഷവും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ പ്രകാശം പരത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആർട്സ് ഡേയുടെ ആശംസകൾ നേർന്നുകൊണ്ട് പ്രകാശം പരക്കട്ടെ. നന്ദി, നമസ്കാരം. കാർത്തികജിയുടെ നെറ്റ്വർക്ക് സൈസർ, ഞാൻ സ്റ്റേബിൾ അല്ലേ? കാർത്തികജി ഹാങ് ആയിരിക്കും. ഏറ്റോളൂ യുബി മിസ് എടുത്തോളൂ. താങ്ക് യു സർ. മനോഹരമായ വാക്ക്. കാർത്തികജി വന്നു. ഡിൻസി മാമിനെ ആശംസകൾ ഡിൻസി മാമിനെ. ഓക്കെ ഡിൻസ്, മൈക്ക് മ്യൂട്ടാ. താങ്ക് യു കാർത്തു. പ്രകാശം പരത്തട്ടെ. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എല്ലാവർക്കും സുപ്രഭാതം. നമുക്ക് ജീവിതത്തിൽ കിട്ടിയ നല്ല ബന്ധങ്ങൾ, അതാണ് ഫോർത്ത് ഗ്രൂപ്പിലെ എല്ലാ ഹൃദയബന്ധങ്ങൾക്കും ഇന്നത്തെ ആർട്സ് ഡേക്ക് ആശംസകൾ നേരുന്നു. താങ്ക് യു. പ്രകാശം പരക്കട്ടെ ഡിൻസി മാം. താങ്ക് യു. ലവ് യു. ഇന്ന് ആരെങ്കിലും പത്രം വായിച്ചോ? ഇല്ലല്ലോ, ഇന്ന് പത്രം വന്നില്ല. പക്ഷേ നമ്മുടെ കൂട്ടത്തില് നല്ല അച്ചടക്കത്തിന് പേര് കേട്ട ഒരാളുണ്ട്. വളരെ നിർബന്ധമായിട്ടോ പത്രം വായിക്കണം എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും വായിച്ചില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കേൾക്കാം. സാറേ, പ്രകാശം പരക്കട്ടെ. പ്രകാശം പരക്കട്ടെ. പുലർക്കാല വന്ദനം. വി ബെസ്റ്റ് പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പോൾ ആന്റണി. പ്രധാന വാർത്തകൾ. വി ബെസ്റ്റിന്റെ പ്രഭാതങ്ങൾ കൂടുതൽ കരുത്താർജിച്ചു വരുന്നു. 2025 പുതുവർഷത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ വി ബെസ്റ്റിൽ ആരംഭിച്ചു കഴിഞ്ഞു. വി ബെസ്റ്റ് പ്രഭാത കൂട്ടായ്മയുടെ സമയത്തിൽ പുനഃക്രമീകരണം. ജാൻഫി സാറിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു. വാർത്തകൾ വിശദമായി. വി ബെസ്റ്റ് പ്രഭാതങ്ങൾ കരുത്താർജിച്ചു വരുന്നു. ഡിസംബർ 1 മുതൽ വിവിധ ആശയങ്ങളുടെ വ്യക്തിപരമായ ആവിഷ്കാരങ്ങൾ ഓരോ അംഗത്തെയും മാറ്റപ്പെടുത്തുന്നതായി മുതിർന്ന അംഗം ജോസ് കുര്യൻ സാർ പ്ലാറ്റ്ഫോമിൽ അഭിപ്രായപ്പെട്ടു. കമ്മ്യൂണിക്കേഷൻ കാര്യക്ഷമമാക്കുന്നതിനുള്ള 3 ഗേറ്റുകളെ പറ്റി ഗുരു ബൈജു സാർ ക്ലാസ് എടുക്കവേ സംസാരിച്ചു. അതോടെ ആശയവിനിമയത്തിൽ സൈലൻസ് എന്ന ആയുധം എത്രമാത്രം ശക്തമാണെന്ന് ഓരോ അംഗവും തിരിച്ചറിഞ്ഞു. പുതുവർഷത്തിൽ എടുക്കേണ്ട റെസൊല്യൂഷൻസ് സ്മാർട്ട് ആയിരിക്കുവാൻ ഓരോ അംഗത്തോടും ഗുരു ആഹ്വാനം ചെയ്തു. സാമ്പത്തിക മികവിന്റെ പാഠങ്ങളിലൂടെ ഓരോ വ്യക്തിയും കരുത്താർജിക്കാൻ എടുത്ത ആദ്യ റെസൊല്യൂഷൻ ഏറെ ശ്രദ്ധേയമായി. 2025 ഹാപ്പി ആൻഡ് ഹെൽത്തി ഇയർ ആയി ഏറ്റെടുത്തതായി ചാറ്റ് ബോക്സിൽ യെസ് അടിച്ച് എല്ലാ അംഗങ്ങളും പ്രഖ്യാപിച്ചു. 2025 തയ്യാറെടുപ്പുകളുടെ ഭാഗമായി വാർദ്ധക്യത്തിലും യൗവനാവസ്ഥ സ്വപ്നം കണ്ടുകൊണ്ട് സ്നേഹത്തിന്റെ 51% ആരോഗ്യത്തിനായി മാറ്റിവെക്കുന്ന ആദ്യ കൂട്ടായ്മയായി മാറുകയാണ് വി ബെസ്റ്റ്. മനഃശക്തിയുടെ അനന്ത സാധ്യതകളെ കുറിച്ച് കൂടുതൽ പഠനം നടത്തുന്നതിനോടൊപ്പം ആരോഗ്യ ജീവിതത്തിൽ മാനസിക, ശാരീരിക, ആത്മീയ പരിപോഷണത്തിനായി യോഗ എല്ലാവരിലേക്കും എത്തിക്കുവാൻ വി ബെസ്റ്റ് ആലോചിക്കുന്നു. അതിനായി വി ബെസ്റ്റ് സമയക്രമീകരണം നടത്തുകയാണ്. ഞായറാഴ്ച, അതായത് നാളെ മുതൽ പ്രാബല്യത്തിൽ ഈ സമയം വരുമെന്ന് ഗുരു ബൈജു സാർ മൂന്നാറിലെ ഹാപ്പിനെസ് വില്ലേജിൽ നിന്ന് നടത്തിയ ക്ലാസ്സിൽ അഭിപ്രായപ്പെട്ടു.
വീൽ ഓഫ് ലൈഫ് എന്ന ആശയത്തിന്റെ ആണിക്കല്ലായ വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ക്വാളിറ്റി ടൈം പ്രഖ്യാപിച്ചിരിക്കുന്നു. 20-20-20 എന്ന അനുപാതത്തിൽ 1 മണിക്കൂറിനെ 3 വിഭജിച്ച് ഉപയോഗപ്പെടുത്തുവാൻ ഗുരു ആഹ്വാനം ചെയ്തു. വാഹന അപകടത്തിൽ പരിക്കേറ്റ ജാൻ ഫിസാറിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു. ആശുപത്രി വിട്ട അദ്ദേഹത്തെ ഭാര്യ താൻ ജോലി ചെയ്യുന്ന ചെന്നൈയിലേക്ക് മാറ്റി ശുശ്രൂഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രകാശം പരക്കട്ടെ. ഇതോടെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ ഇവിടെ പൂർത്തീകരിക്കുന്നു. പുതിയ വാർത്തകൾക്കായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. പ്രകാശം പരക്കട്ടെ. പ്രകാശം പരക്കട്ടെ. ഏറ്റവും വലിയ ഉറവിടം, പ്രകാശത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം ഊർജത്തിന്റെയും. നമുക്ക് ആ തേജോമയനെ ഓർക്കാം, നമസ്കരിക്കാം. ഇപ്പോൾ നമ്മുടെ സാർ പറഞ്ഞതുപോലെ കലയും ആരോഗ്യവുമായിട്ടുള്ള ബന്ധം അതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നമ്മുടെ മുന്നിൽ കാണിച്ചു വരികയാണ്. സൂര്യ നമസ്കാരവുമായി എത്തുന്നു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹത്തിന്റെ പര്യായമായ ജോയ് സാറും പിന്നെ ലിച്ചു ടീച്ചറും. പ്രകാശം പരക്കട്ടെ. ഓം മിത്രായ നമഃ. ഓം മിത്രായ നമഃ. ഓം രവയേ നമഃ. ഓം രവയേ നമഃ. ഓം സൂര്യായ നമഃ. ഓം സൂര്യായ നമഃ. ഓം ഭാനവേ നമഃ. ഓം ഭാനവേ നമഃ. ഓം ഖഗായ നമഃ. ഓം ഖഗായ നമഃ. ഓം പൂഷ്ണേ നമഃ. ഓം പൂഷ്ണേ നമഃ. ഓം ഹിരണ്യഗർഭായ നമഃ. ഓം ഹിരണ്യഗർഭായ നമഃ. ഓം മരീചയ നമഃ. ഓം മരീചയ നമഃ. ഓം ആദിത്യായ നമഃ. ഓം ആദിത്യായ നമഃ. ഓം സവിത്രേ നമഃ. ഓം സവിത്രേ നമഃ. ഓം അർക്കായ നമഃ. ഓം അർക്കായ നമഃ. ഓം ഭാസ്കരായ നമഃ. പ്രകാശം പരക്കട്ടെ. ജോയ് സാർ, ടീച്ചർ, ലിച്ചു ടീച്ചർ, എന്നെന്നും ശിവപാർവതിമാരെ പോലെ ഇതുപോലെ എല്ലാവർക്കും പ്രകാശം പരത്താൻ കഴിയട്ടെ. ഇനി നമുക്കൊരു കഥ കേട്ടാലോ? നമ്മള് വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിരുന്നിട്ട് നമ്മുടെ ഉള്ളില്, നമ്മുടെ വീബസ്റ്റില് ഹാസ്യ സാമ്രാജ്യമായിട്ട് മാറിയിട്ടുള്ള ഒരാള് തന്നെയാണ് നമുക്കറിയാം. ആരാണ് കഥ പറയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട സോമൻ സാർ. വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സോമൻ സാർ, പ്രകാശം പരക്കട്ടെ. താങ്ക് യു കാർത്തിക മാം. പ്രകാശം പരക്കട്ടെ എല്ലാവർക്കും, എല്ലായിടത്തും, എവിടെയും. നമ്മളിവിടെ ഓക്കെ അല്ലേ സാർ? കേൾക്കുന്നില്ലേ? ഓക്കെയാണ് സാർ, ഓക്കെയാണ്. താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. സാർ, നമുക്കിവിടെ കോൺഫ്ലിക്ട് മാനേജ്മെന്റിനെ പറ്റി നമുക്കിവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായി. കോൺഫ്ലിക്ട് മാനേജ്മെന്റിൽ ഒരു പുതിയ ഒരു പ്രയോഗം കൂടി ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുകയാണ്. ഓ, അങ്ങനെയോ? നാട്ടിലൊരു സൂഫി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭിക്ഷ യാചിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒരു നാള് അദ്ദേഹം ഒരു ധനികന്റെ വീട്ടിൽ ഭിക്ഷ യാചിക്കാൻ പോയ സമയത്ത് അവിടെ ചില ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇഷ്യൂ എന്നല്ലേ? അവിടുത്തെ പെൺകുട്ടി, പഠിക്കാൻ പോയ പെൺകുട്ടി ഗർഭിണിയായിട്ട് വന്നിരിക്കുകയാണ്. അച്ഛൻ ചോദിക്കുന്നുണ്ട്, ആരാടി നിന്റെ ഗർഭത്തിന് ഉത്തരവാദി?
ഇപ്പൊ പറഞ്ഞു ഇല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഭീഷണികൾ നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഒരു കാരണവശാലും ആ ഗർഭത്തിന് ഉത്തരവാദി അയാളെ പറയാൻ തയ്യാറില്ല. ആ സമയത്താണ് നമ്മുടെ സൂഫി അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. ആ സമയത്ത് ഈ പെൺകുട്ടിക്ക് ഒരു ഐഡിയ തോന്നി. ആ പെൺകുട്ടി കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ദാ ഈ നിൽക്കുന്ന ആളാണ് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞു. ഇത് കേട്ടതും രക്ഷിതാക്കളും ബ്രദേഴ്സുമായിട്ടുള്ള ആൾക്കാർ നേരെ സൂഫിയുടെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എടോ താനല്ലേ എൻ്റെ കുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി? ഈ സമയത്ത് സൂഫി പറഞ്ഞു, ഓ അങ്ങനെയോ. ഇത് കേട്ടതും രക്ഷിതാക്കൾക്കെല്ലാം വളരെ ദേഷ്യം വന്നു. വേണ്ടത്ര പ്രയോഗം നടത്തി അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ട് നൊണ്ടിട്ടാണെങ്കിലും മുടന്തിയിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. നല്ല പ്രയോഗം കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാള് അദ്ദേഹം ഇങ്ങനെ റെസ്റ്റിലൊക്കെ ഇരുന്നു. കാല് എല്ലാം വയ്യുണ്ടല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഭക്ഷണം വലിയൊരു പ്രശ്നമായിട്ട് വന്ന അവസ്ഥയിൽ വീണ്ടും അദ്ദേഹം ഈ മുടന്തിക്കൊണ്ടുള്ള ഈ വിഷയാചിക്കലിലേക്ക് വീണ്ടും കടക്കുകയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം മുടന്തിയാണെങ്കിലും അദ്ദേഹം ഈ വലിയ വീട്ടിലേക്ക് വീണ്ടും വന്നു വിഷയായിക്കാനായിട്ട്. ആ സമയത്ത് ഈ പെൺകുട്ടി മോളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അവസ്ഥയും എല്ലാം രൂപവും കണ്ടപ്പോൾ ആ പെൺകുട്ടിക്ക് വളരെയേറെ വിഷമമായി. പെൺകുട്ടി വേഗം താഴെ വന്ന് അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനൊരു കള്ളം പറഞ്ഞതാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഇതിന് ഉത്തരവാദി, അദ്ദേഹമല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വിഷമമായി. വേഗം വളരെ മാപ്പപേക്ഷിക്കാനായിട്ട് സൂഫിയുടെ അടുത്തെത്തിയപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഹലോ, താങ്കളല്ല ഈ ഗർഭത്തിന് ഉത്തരവാദി. ഇത് കേട്ടതും സൂഫി പറഞ്ഞു, ഓ അങ്ങനെയോ, താങ്കളാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞപ്പോഴും താങ്കൾ പറഞ്ഞു ഓ അങ്ങനെയോ. താങ്കളല്ല ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറയുമ്പോഴും താങ്കൾ പറയുന്നു ഓ അങ്ങനെയോ. എന്താ ഇങ്ങനെ? ഈ ഒരു കൺഫ്യൂഷനാണ് അവിടെയുള്ള കൂടിയുള്ള എല്ലാവർക്കും പറ്റും. അപ്പോൾ സൂഫി പറഞ്ഞു, നിങ്ങൾ ഗർഭത്തിന് ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട അടികൾ എണ്ണം കൂടിയിട്ടുണ്ടാവും. ഞാനാണ് ഉത്തരവാദി എന്ന് പറയുന്നവരെ നിങ്ങൾ എന്നെ തല്ലിയിട്ടുണ്ടാവും. ഇനി ഇപ്പോ പറഞ്ഞത് ഏത് കാര്യങ്ങളും എടുത്തു ചാടി ചെയ്യരുത് എന്നുള്ള ഒരു വിവരമാണ് ഞാൻ നിങ്ങൾക്ക് ഈ രണ്ടാമത് പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് തരുന്നത്. ഇത് കേട്ടതും അവർക്ക് കൂടുതൽ വിഷമമായി. അദ്ദേഹത്തെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി നിറയെ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും അതുപോലെ ചികിത്സിക്കാനുള്ള സാമ്പത്തികമെല്ലാം നൽകിക്കൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കുകയാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ഈ ഒരു കഥയുടെ സാരാംശമായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രകാശം പരക്കട്ടെ. അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞോളൂ, ഓ അങ്ങനെയോ. ഓ ഓ അങ്ങനെയോ. ഓ അങ്ങനെയോ. പ്രകാശം പരക്കട്ടെ. പ്രകാശം പരക്കട്ടെ. പ്രകാശം പരക്കട്ടെ. അടുത്തതായി നമുക്ക് കാണുമ്പോ തോന്നും വലിയ ഒരു അധ്യാപികയുടെ ഗൗരവവും തോന്നെങ്കിലും പഞ്ചപാവാനേ നമുക്ക് നോക്കാം. ഒരു കവിതയുമായി എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ബ്രൈറ്റ് മാം. സൗണ്ടിനൊരു പ്രശ്നമുണ്ട്. ഇടശ്ശേരിയിലെ ഭൂതപ്പാട്ടിലെ ഏതാനും വരികളാണ് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലും ആറ്റു നോറ്റിട്ടോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ട് ഉണ്ണിക്കു കാതിൽ കൂടെ കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു മങ്ങേലി.
കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു മങ്ങേലി. കാച്ചിയ മോരൊഴി ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു മങ്ങേലി. താഴെ വെച്ചാലും ഭരിച്ചാലും തലയിൽ വെച്ചാൽ വേനരിച്ചാലും തങ്കക്കൂടത്തിനെ ആലോലം പാടിയിട്ട് തങ്കക്കട്ടിയിൽ പട്ടു വിരിച്ചിട്ട് തണതണെ പൂന്തൂട തട്ടിയുറക്കിയിട്ട് ചാഞ്ഞു മയങ്ങുന്നു മങ്ങേലി. ചാഞ്ഞു മയങ്ങുന്നു മങ്ങേലി. ചാഞ്ഞു മയങ്ങുന്നു മങ്ങേലി. പ്രകാശം പരക്കട്ടെ. പ്രകാശം പരക്കട്ടെ ടീച്ചർ. അടുത്തതായി നമ്മുടെ വ്യാസൻ സാറിന് നമ്മളോട് നമ്മുടെ സമൂഹത്തിനോടും എന്തൊക്കെയോ പറയാനുണ്ട്. ഒരു ഇൻഫോർമേറ്റീവ് സ്പീച്ച് ആണ് അടുത്തത്. നമുക്കറിയാം വ്യാസൻ സാർ പറയാന്ന് പറയുമ്പോൾ തന്നെ വ്യാസൻ സാറിന് കൂടി സംസാരിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര കൺസിഡറായി പോകും. കുറച്ച് വലിയ ഉയർന്ന തലത്തിലാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത്. നമുക്ക് കേൾക്കാം എന്താണ് സാറിന് പറയാനുള്ളതെന്ന്. വ്യാസൻ സാർ പ്രകാശം പരക്കട്ടെ. താങ്ക് യു കാർത്തികേയ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കാം സാർ. കേൾക്കുന്നില്ല. കേൾക്കാം. താങ്ക് യു സാർ. പ്രകാശം പരക്കട്ടെ. അപ്പൊ ഞാന് ഒരു പെട്ടെന്നൊരു സന്ദേശം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 18th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ പ്രശസ്തരായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഹംഫ്രി ഡേവി. ഈ സേഫ്റ്റി ലാമ്പ്, യൂസ് ചെയ്യുന്ന സേഫ്റ്റി ലാമ്പ് ഒക്കെ കണ്ടുപിടിച്ച അദ്ദേഹം സൊസൈറ്റിയിലൊക്കെ അംഗമായിരുന്നു. ഇദ്ദേഹത്തിന് കാലക്രമേണ അന്നത്തെ ഏറ്റവും വലിയ ക്രേസ് ആയ ഇലക്ട്രിസിറ്റിയിലേക്ക് എക്സ്പെരിമെന്റ്സ് നടത്തണം എന്ന് തോന്നി. അങ്ങനെ ഒരു ലാബ് ഒക്കെ സെറ്റപ്പ് ചെയ്തു. കുറെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങി, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങി. അന്നത്തെ ഇലക്ട്രിസിറ്റിയെ പറ്റി അത്ര ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഒന്നുമില്ല. അപ്പൊ ആൾക്കാർ പല രീതിയിലുള്ള എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി നോക്കണം, മെയിൻ ആയിട്ട് യൂറോപ്പില്. ഈ കാലഘട്ടത്തില് പുള്ളി ഒരുപാട് സമയം, ഒരു രാത്രി 10-11 മണിയൊക്കെ ഇത് കഴിഞ്ഞ അപ്പൊ ഇതൊക്കെ വൃത്തിയാക്കി വെക്കുന്ന ഡെസ്കും കാര്യങ്ങളും വയറും അതെല്ലാം കൊണ്ടുപോയോ? കട്ടായല്ലോ സാറേ. സാറേ കട്ടായി പോയി. ഓക്കെ. റൈറ്റ്. അപ്പം ഇദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പറയുന്നില്ലല്ലോ സാർ. ഞാൻ വീഡിയോ ഒന്ന് ഓഫ് ചെയ്തോട്ടെ സാറിന്റെ. ഓക്കെ, ഓഡിബിൾ ആണ്. ഞാൻ വീഡിയോ കട്ടാക്കണം. വീഡിയോ ഓഫ് ചെയ്യാം. ശരി, ഞാൻ വീഡിയോ കട്ടാക്കി. അപ്പൊ ഈ പയ്യൻ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ പയ്യൻ അവിടെ ഇതെല്ലാം ക്ലീൻ ചെയ്ത് തിരിച്ച് വീട്ടിൽ പോകും. പിന്നെ കാലത്ത് വന്ന് ഇത് തുടച്ചു വൃത്തിയാക്കി ഇദ്ദേഹത്തിന് കൊടുക്കും. അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് ഈ സോറി സാർ. സോറി, ഐ എം എക്സ്ട്രീംലി സോറി സാർ. ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു. കേൾക്കാമോ? അല്ലേ? അപ്പം ഇവൻ ഇതിൽ കളിച്ച് ഇവൻ ഇതിൽ ഉസ്താദായി. അവൻ അദ്ദേഹത്തിന്റെ പുസ്തകമൊക്കെ എടുത്ത് പഠിച്ച് അവസാനം ഇദ്ദേഹം ഒരു വലിയൊരു തത്വം കണ്ടുപിടിച്ചു. ദിസ് ഇസ് അബൌട്ട് മൈക്കൽ ഫാരഡേ. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത്, നമ്മള് ബൈജു സാറ് എല്ലാവരുടെയും ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തിയിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി ഒരു പ്രത്യേക സ്കില്ലുള്ളൊരു കുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ അവൻ അതിനെ വളർത്താനുള്ള ഒരു സാഹചര്യം കൊടുക്കണം. ഉദാഹരണത്തിന്
വയലിൻ വായിക്കാൻ കഴിവ് ഉണ്ടായേക്കാവുന്ന ഒരു പയ്യന് ഒരു വയലിൻ വാങ്ങിക്കൊടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അത് ചിലപ്പോൾ നല്ല ക്വാളിറ്റീസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പൊ പാട്ട് ക്ലാസ് ഉണ്ട് ജഗമർ സാറിന്റെ, അതിലേക്കൊക്കെ വരികയാണെങ്കിൽ കുറെ കച്ചേരി ഇങ്ങനെ എല്ലാം കുട്ടികളെ കാണിച്ച് അതിൽ ഇൻട്രസ്റ്റ് വരുന്ന അതിലേക്ക് കൊണ്ടുപോകണം. ഇതാണ് എന്റെ സന്ദേശം. ഞാൻ പ്രകാശം പറക്കട്ടെ. എന്തായാലും താങ്ക് യു സർ. പ്രകാശം പറക്കട്ടെ ജാസ്മിൻ സർ. പ്രകാശം പറക്കട്ടെ കാർത്തികജി. മനോഹരമായ ഒരു കവിതയുമായി എത്തിയിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട പ്രിയ ടീച്ചർ. പ്രകാശം പറക്കട്ടെ. താങ്ക് യു. പ്രകാശം പരക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരു സഹോദരനെ പോലെ വന്ന് വഴികാട്ടിയായ ജോയ് മാഷിനും അതുപോലെ ബൈജു സാറിനും ആചാര്യനായ ബൈജു സാറിനും വെളിച്ചം പകർന്നത്, എനിക്ക് ജീവിതത്തിൽ വെളിച്ചം കിട്ടിയത് കൊണ്ടും മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നത് കൊണ്ടും അവർക്കായി ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു. കവിതയുടെ പേര് വെളിച്ചം. ഇനി എത്ര നാളുകൾ കൊതിയോടിരിക്കണം ആ സ്നേഹമരത്തിൻ തണലറിയാൻ. ഇനി എത്ര നാളുകൾ കൊതിയോടിരിക്കണം ആ സ്നേഹമരത്തിൻ തണലറിയാൻ. വിടരുന്ന മൊട്ടിലേക്കിറ്റുന്ന വാത്സല്യ മഞ്ഞുകണത്തിൻ നനവറിയാൻ. വിടരുന്ന മൊട്ടിലേക്കിറ്റുന്ന വാത്സല്യ മഞ്ഞുകണത്തിൻ നനവറിയാൻ. അറിവിന്റെ തോട്ടത്തിൽ ഇനിയും മധുവിലേക്കിത്തിരി ശലഭമായി പറന്നിരിക്കാൻ. അറിവിന്റെ തോട്ടത്തിൽ ഇനിയും മധുവിലേക്കിത്തിരി ശലഭമായി പറന്നിരിക്കാൻ. സ്വപ്നത്തിലാകാശം നിറയുന്ന സൂര്യനെ ഒന്നു തൊടുവാനൊരു വട്ടമാകാൻ. സ്വപ്നത്തിലാകാശം നിറയുന്ന സൂര്യനെ ഒന്നു തൊടുവാനൊരു വട്ടമാകാൻ. നിലവിന്റെ കനൽ ചൂട് അറിയാതിരിക്കാൻ പെയ്യുന്ന കാരുണ്യമഴ നനയാൻ. നിലവിന്റെ കനൽ ചൂട് അറിയാതിരിക്കാൻ പെയ്യുന്ന കാരുണ്യമഴ നനയാൻ. മിഴിയിലെ തെളിച്ചമായി അക്ഷര വെളിച്ചം നിറയുന്ന നോട്ടത്തിലൊതുങ്ങി നിൽക്കാൻ. മിഴിയിലെ തെളിച്ചമായി അക്ഷര വെളിച്ചം നിറയുന്ന നോട്ടത്തിലൊതുങ്ങി നിൽക്കാൻ. മിന്നാമിനുങ്ങായി ആ വെട്ടത്തിലിത്തിരി ഏറ്റുവാങ്ങി ഇരുളിലെ സത്യങ്ങൾ തിരയാൻ. പുതിയുഗ വിദ്യാധനപ്പെട്ടിയിലൊതുങ്ങാത്ത നേരിന്റെ വഴിവിളക്കൊന്നു കാണാൻ. പുതിയുഗ വിദ്യാധനപ്പെട്ടിയിലൊതുങ്ങാത്ത നേരിന്റെ വഴിവിളക്കൊന്നു കാണാൻ. നേരിന്റെ വഴിവിളക്കൊന്നു കാണാൻ. പ്രകാശം വരക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും നന്ദി. പ്രകാശം വരക്കട്ടെ പ്രിയപ്പെട്ട പ്രിയ ടീച്ചർ. നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു മാമിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അമ്പിളി മാം ഭയങ്കര പാവം പോലെ ഇരിക്കും, പക്ഷെ അങ്ങനെ പാവമൊന്നുമല്ല, ഭയങ്കര സംഭവമാണ്. നമുക്ക് അമ്പിളി മാമിന്റെ ആർട്ട് ഗാലറിയിലേക്ക് ഒന്ന് പോയാലോ? ചോദിച്ചു നോക്കാം. അമ്പിളി മാം, പ്രകാശം വരക്കട്ടെ. എല്ലാവർക്കും പുലർക്കാല വന്ദനം.
ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒന്നാണ് എന്റെ കലാസൃഷ്ടികൾ. ഞാൻ എന്റെ കലാസൃഷ്ടികളെ മുഴുകുമ്പോൾ സമയം പോകുന്നത് അറിയാറേയില്ല. അതെനിക്ക് അത്രമാത്രം സന്തോഷം നൽകും. എന്റെ മനസ്സിന് വെളിച്ചം നൽകുന്ന ഞാൻ തയ്യാറാക്കിയ എന്റെ കൊച്ചു ബോട്ടിൽ ആർട്ടുകളും പെയിന്റിങ്ങുകളും നിങ്ങൾക്ക് സന്തോഷം പകരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ ആർട്ട് ഗാലറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും മനസ്സിൽ പ്രകാശം പരക്കട്ടെ. നന്ദി. പ്രകാശം പരക്കട്ടെ അമ്പിളി മാം. അടുത്തതായി ഞങ്ങളുടെ ലീഡർ എന്ന് പറഞ്ഞാൽ നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്രയും റെസ്പെക്ട് ആയിട്ടുള്ള ഒരു നേതാവാണ് ഞങ്ങളുടെ UB മിസ്. എന്താ പറയാ, നോ വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് ടുവേർഡ്സ് ഹർ. അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മളെ എല്ലാവരെയും ലീഡ് ചെയ്ത് നമ്മളെ ഒന്നിച്ച് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ലീഡർ. അത് വാക്കുകളില്ല പറയാനായിട്ട്. അത്രയും സൂപ്പർബാണ് മാമിന്റെ പ്രവർത്തനങ്ങൾ. മാമിനെ അത്ര സ്നേഹത്തോടു കൂടി നല്ലൊരു കഥ പറയാനായിട്ട് ക്ഷണിക്കുന്നു. പ്രകാശം പരക്കട്ടെ UB മിസ്. പ്രകാശം പരക്കട്ടെ കാർത്തികാജി. താങ്ക് യു വെരി മച്ച്. ഞാനൊരു കൊച്ചു കഥ പറയാം. പെട്ടെന്ന് പറയാം കേട്ടോ. പണ്ടൊരു കർഷകൻ ഉണ്ടായിരുന്നു. കർഷകന്റെ കയ്യിൽ 2 കുടങ്ങൾ ഉണ്ടായിരുന്നു. ഈ കുടവുമായിട്ട് അദ്ദേഹത്തിന്റെ തോട്ടത്തിലൂടെ അതിന്റെ മൂലയിലുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരി വീട്ടിൽ കൊണ്ടുവരും. ഒരു ദിവസം പോരുന്ന വഴിക്ക് ഒരു കുടം താഴെ വീണ് അതിനൊരു ചളുക്ക് പറ്റി അതിലൊരു ദ്വാരവും വീണു. പക്ഷെ എന്നിട്ടും അദ്ദേഹം എല്ലാ ദിവസവും ഈ 2 കുടവുമായിട്ട് വെള്ളം കോരാൻ പോകും. അപ്പോൾ പൊട്ടിയ കുടത്തിനെ കളിയാക്കി, അയ്യേ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, ചളുങ്ങി പൊട്ടി, എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ കർഷകനെ കഷ്ടപ്പെടുത്തുന്നത് എല്ലാ ദിവസവും, അവിടെ എങ്ങാനും ഇരുന്നാ പോരെ ആ മൂലയില് എന്ന് പറയും. അപ്പോ കുറെ ദിവസം ഇങ്ങനെ സ്ഥിരമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോ കുടത്തിനും തോന്നി താൻ കൊള്ളില്ല. അങ്ങനെ കുടം ഒരു ദിവസം കർഷകനോട് ചോദിക്കുകയാണ്, അങ്ങ് എന്തിനാണ് എന്നെ ഉപയോഗിക്കുന്നത്? എന്നെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ, വീട്ടിലെത്തുമ്പോഴേക്കും വെള്ളം തീരും, പിന്നെ എന്തിനാണ് എന്നെ എവിടെയെങ്കിലും മൂലയിൽ കളഞ്ഞിട്ട് ഒരു പുതിയ കുടം വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ കർഷകൻ പറയാണ്, നിന്നെ കൊണ്ടാണ് എനിക്ക് ഏറ്റവും ഉപകാരം. ഞാൻ പോരുന്ന വഴി ശ്രദ്ധിച്ചോ, അവിടെയുള്ള എല്ലാ ചെടികളും നിന്നെ കൊണ്ടാണ് നനയുന്നത്. നിന്റെ ആ ദ്വാരത്തിൽ നിന്ന് ഇറ്റ് വീഴുന്ന വെള്ളം കുടിച്ച് അവ എത്ര പുഷ്ടിയോടെയാണ് വളരുന്നതെന്ന് നോക്കൂ. അപ്പോഴാണ് കുടത്തിന് തന്റെ മഹത്വം മനസ്സിലായത്. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ മനസ്സുകളിൽ ഈശ്വരൻ പല കഴിവുകളും നിറച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിനൊരു ചെറിയ ദ്വാരം ഇട്ടാൽ മതി, എങ്കിൽ മാത്രമേ അതിലുള്ള വെളിച്ചം പുറത്തേക്കും പുറത്തുള്ള വെളിച്ചം അകത്തേക്കും പ്രവേശിക്കുകയുള്ളൂ. നന്ദി. പ്രകാശം പരക്കട്ടെ. പ്രകാശം പരക്കട്ടെ. അടുത്തതായി നമുക്കൊരു സിനിമ പാട്ട് കേൾക്കാം.
മനോഹരമായൊരു സോങ്ങാണ് നമ്മുടെ ശ്രീജ ടീച്ചർ നമുക്ക് വേണ്ടി പാടിത്തരുന്നത്. ശ്രീജ ടീച്ചർ പ്രകാശം പരക്കട്ടെ. പ്രകാശം പരക്കട്ടെ കാർത്തിയാജി. മെല്ലെ തൊടണ നറുമണം കണ്ടേ കണ്ണിലാ നിറം ഉണ്ടേ കിനാവിൻ്റെ ും കാറ്റും ഇല്ലാതെ നെഞ്ചിൻ താരാട്ടീണം തേൻകിനിയും താരാട്ടീണം വാക്കിൻ തണു നോക്കിനുപ്പ് ചെറുചൂടിനി നാവിതറിയും ഓർമ്മപ്പൂ കൊണ്ടാരോ കാലത്തിൻ നെറ്റിയിൽ മൂവന്തി പൊട്ടിട്ടാലും ഇല്ലാതെ പോകുന്നതെന്നു മാത്രം നെഞ്ചിൻ താരാട്ടീണം തേൻകിനിയും താരാട്ടീണം മെല്ലെ തൊടണ നറുമണം കണ്ടേ കണ്ണിലാ നിറം ഉണ്ടേ കിനാവിൻ്റെ കൂടും കാറ്റും ഇല്ലാതെ മാത്രം നെഞ്ചിൻ താരാട്ടീണം തേൻകിനിയും താരാട്ടീണം ദുരുത്ത് പൂങ്കുരു താരകങ്ങൾ തൂകും നിനിപ്പ് ഇഴചേർന്ന നിൽപ്പിന്റെ വിലയേറിയറിയും നൂലൂർന്നു പോയിടും ജീവന്റെ മുത്തുകൾ ഓരോന്നായി കുത്തിട്ടാലും ഇല്ലാതെ പോകുന്നതൊന്നു മാത്രം നെഞ്ചിൻ താരാട്ടീണം തേൻകിനിയും താരാട്ടീണം മെല്ലെ തൊടണ കണ്ണേ കണ്ണിലാ നിറം ഉണ്ടേ കിനാവിൻ്റെ കൂടും കാറ്റും ഇല്ലാതെ നെഞ്ചിൻ താരാട്ടീണം തേൻകിനിയും താരാട്ടീണം നെഞ്ചിൻ താരാട്ടീണം തേൻകിനിയും താരാട്ടീണം മെല്ലെ തൊടണ നറുമണം കണ്ടേ കണ്ണിലാ നിറം ഉണ്ടേ നിലാവിൻ്റെ കൊടും കാറ്റും ഇല്ലാതെ നെഞ്ചിൻ താരാട്ടീണം തേൻകിനിയും താരാട്ടീണം. പ്രകാശം പരക്കട്ടെ. താങ്ക് യു. മെല്ലെ തൊട്ടുപോയി പ്രകാശം പരക്കട്ടെ സ്വീകരിച്ച് അടുത്തതായി നല്ലൊരു നാടൻ പാട്ട് പാടുന്നതിനായി പ്രിയപ്പെട്ട ലിസി ടീച്ചറെയും
ശ്രീജാനന്ദയും താങ്ക് യു. പ്രകാശം പരക്കട്ടെ. ശ്രീജ മാം റെഡി? സ്റ്റാർട്ടിങ് ടീച്ചർ തുടങ്ങോ? തുടക്കത്തിൽ ആ ഒരു സംഗതി തന്നാനെ തന്നാനേ താനേ തന തന്നാനം താനേ തന്നാനേ താനേ തന തന്നാനം താനേ. ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ ഏളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. രയ്യരയം രയ്യരയം തകരയ്യര രയ്യരയം താനാനേ താനേ തന തന്നാനം താനേ താനാനേ താനേ തന തന്നാനം താനേ. ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. രയ്യരയം രയ്യരയം രയ്യര രയ്യരയം തന്നാനേ താനേ തന തന്നാനം താനേ തന്നാനേ താനേ തന തന്നാനം താനേ. ഒച്ചയില്ലല്ലോ ശയില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ ആദിയില്ലല്ലോ ലന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. രയ്യരയം രയ്യരയം രയ്യര രയ്യര രയ്യരയം തന്നാനേ താനേ തന തന്നാനേ താനേ തന്നാനേ താനേ തന തന്നാനം താനേ. ആടിയോളം നൂലു വന്നയ്യോ നൂലു തണയ്യോ താണുരുണ്ടേ പാതിമുട്ട വിണ്ടുപൊട്ടി മേലുലോകം പൊട്ടിയല്ലോ പാതിമുട്ട വിണ്ടുപൊട്ടി കീഴുലോകം പൊട്ടിയല്ലോ. രയ്യരയും രയ്യരയും രയ്യര രയ്യര രയ്യരയും തന്നാനേ താനേ തന തന്നാനം താനേ തന്നാനേ താനേ തന തന്നാനം താനേ. ചക്കരക്കോഴി സമർത്ഥരും അഞ്ചുണ്ടൊത്തു ചേർന്നു കിടന്ന കാലം ഇരുളുമില്ലല്ലോ വെളിവുമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ. രയ്യരയും രയ്യരയും രയ്യര രയ്യര രയ്യരയും തന്നാനേ താനേ തന തന്നാനം താനേ തന്നാനേ താനേ തന തന്നാനം താനേ. എന്നു പറന്നെഴുന്നൂറുകാതം താണു പറന്നു 400 കാതം ചെന്നിരിക്കാൻ ഭൂമിയില്ല പറന്നു പറ്റാൻ മരങ്ങളില്ല. രയ്യരയും രയ്യരയും രയ്യര രയ്യര രയ്യരയും തന്നാനേ താനേ തന തന്നാനം താനേ തന്നാനേ താനേ തന തന്നാനം താനേ. ചെന്നിരിക്കാൻ ഭൂമിയില്ല പറന്നു പറ്റാൻ മരമില്ല ഭൂമിയമ്മേ ഭൂമിയമ്മേ നല്ല വാതിലു തുറക്ക വേണം. രയ്യരയും രയ്യരയും രയ്യര രയ്യര രയ്യരയും തന്നാനേ താനേ തന തന്നാനം താനേ തന്നാനേ താനേ തന തന്നാനം താനേ. തെക്കന്നം കാറ്റടിച്ചേ തെന്നിയാടിച്ചേ വടക്കന്നം കാറ്റടിച്ചേ ഒന്നു പടുതിയാടിച്ചേ. രയ്യരയും രയ്യരയും രയ്യര രയ്യര രയ്യരയും തന്നാനേ താനേ തന തന്നാനം താനേ തന്നാനേ താനേ തന തന്നാനം താനേ. പ്രകാശം പരക്കട്ടെ. താങ്ക് യു. പ്രകാശം നന്നായി പരക്കട്ടെ ലിസി ടീച്ചർ, ശ്രീജ ടീച്ചർ. പ്രഭാപൂരിതമായിട്ടുള്ള ഒരു പ്രഭാതം എല്ലാവർക്കും മുൻപിൽ സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങളുടെ ലീഡർ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ആദ്യം ബി ഫസ്റ്റിന് വേണ്ടിയിട്ട് ബി ഫസ്റ്റിൽ എല്ലാവർക്കും വേണ്ടി ഞങ്ങളുടെ ലീഡറോട് യുഡിനിസിനോട് നന്ദി അറിയിക്കാനായി യുഡിനിസിന്റെ ക്ഷണിച്ചു. ഏവർക്കും നമസ്കാരം. പ്രകാശം പരക്കട്ടെ. കാർത്തിക പ്രകാശം പരക്കട്ടെ. ഏവർക്കും നമസ്കാരം. പുലരിയെ പുണരാൻ വെളിച്ചം കൂടിയേ തീരൂ.
നന്മയുടെ വെളിച്ചം മനസ്സിലുള്ളവർക്ക് ഏതൊരുട്ടും വെളിച്ചമുള്ളതായിരിക്കും. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വി ബെസ്റ്റിന്റെ സാരഥി, ഗുരു, മെന്റർ, ലീഡർ എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കണമെന്നറിയില്ല. എല്ലാ വിശേഷണങ്ങൾക്കും ഒരുപോലെ അർഹനായ ബൈജു സാറിന് ഈ അവസരത്തിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മനോഹരമായ വാക്കുകൾ പങ്കുവെച്ച ഡിൻസി മാമിനും ആചാര്യ പത്നിക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ആർട്സ് ഡേക്ക് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ആർട്സ് ഡേ കൺവീനർ ജോസഫ് ജോൺ സാറിന് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. വേണ്ട നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന വി ബെസ്റ്റിന്റെ കോർ ടീം അംഗങ്ങൾ ജോയ് ജോൺ സാർ, ഐസക് സാർ, സജീഷ് സാർ എന്നിവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി എൻ്റെ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങളെയും ഓർക്കുകയാണ്. തീവണ്ടിപ്പാട്ടിന്റെ ശബ്ദത്തിനേക്കാളും ഉച്ചത്തിൽ വളരെ മനോഹരമായ പുഞ്ചിരിയോടുകൂടി തന്റെ കർത്തവ്യം ഏറ്റവും ഭംഗിയായി നിർവഹിച്ച ഞങ്ങളുടെ ഗ്രൂപ്പ് അംഗം കാർത്തികജിയെ വളരെ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. യാതൊരു മടിയും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളെയും ഓർക്കുകയാണ്. നാടൻ പാട്ടുകാരി ലിസി ടീച്ചർ, വാർത്താവാദകൻ പോൾ സാർ, കാർത്തികൻ സോമൻ സാർ, പ്രാസംഗികൻ വ്യാസൻ സാർ, താളം തട്ടി നമ്മൾ ഉറക്കിയ ബ്രൈറ്റി മാം, കവയിത്രി പ്രിയ ടീച്ചർ, ചിത്രകാരി അമ്പിളി മാം, വി ഫെസ്റ്റിന്റെ കുയിൽനാഥം ശ്രീജ ടീച്ചർ, കോസ്റ്റ്യൂം ഡിസൈനർ, ഞങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എല്ലാവരും മഞ്ഞാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് മേരി ബെനിയ മാമാണ്, നിശബ്ദ സാന്നിധ്യമായ നാൻസി മാം, പിന്നെ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ലെങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ജാൻഫി സാറിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. എത്രയും വേഗം അദ്ദേഹം ആരോഗ്യത്തോടെ തിരിച്ചെത്തണമെന്ന പ്രാർത്ഥനയും ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകട്ടെ. ഇനി ഈ പരിപാടി ഏറ്റവും ഗംഭീരമാക്കാൻ സഹായിച്ചത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എല്ലാ ദിവസത്തേക്കാളും ഞാൻ ചെയ്ത് രാവിലെ എല്ലാവരും തന്നെ എത്തിയിരുന്നു. അറ്റൻഡൻസ് എടുക്കുന്നതിന് സമയത്തിന് മുമ്പ് തന്നെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ ഹൃദയബന്ധുക്കളുടെ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ പ്രോത്സാഹനത്തിന്റെ ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനമായിട്ട് ഞങ്ങൾ അതിനെ വളരെയധികം വിലമതിക്കുന്നു. എല്ലാവർക്കും 1000 നന്ദി. ഇങ്ങനെ എന്നും ഹൃദയബന്ധുക്കൾ ഒരുമിച്ചായിരിക്കാനും ഇതുപോലെ സന്തോഷമായ ദിനങ്ങൾ കൊണ്ടാടാനും എന്നും അവസരമുണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരു മെഴുതിരിയിൽ നിന്ന് 1000 നാളങ്ങൾ കൈമാറി പകരുന്നത് പോലെ നമ്മളുടെ മനസ്സിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപം 1000 പേർക്ക് പ്രകാശമായി തീരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നന്ദി. പ്രകാശം പരക്കട്ടെ. താങ്ക് യു. ജോസഫ് ജോൺസൺ audible ആണോ? യെസ്, കേൾക്കാം. ആകെ മൊത്തം ടോട്ടൽ പ്രകാശമായിരുന്നു പ്രഭാതത്തിൽ. ആ സ്ക്രീനിലേക്ക് ഒന്ന് നോക്കുക. ആ ടീം 4 എല്ലാവരും ഇന്ന് ശാരീരികമായും മാനസികമായും ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. എത്ര ഭംഗിയായിരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്രകാശം പരക്കട്ടെ. നമ്മുടെ ഗുരുനാഥൻ്റെ മെസ്സേജിൽ പറഞ്ഞ പോലെ ഉയർത്താനും പ്രചോദിപ്പിക്കാനും സുഖപ്പെടുത്താനും കലയ്ക്ക് കഴിയും. ജീവിതത്തിന് പ്രകാശം എന്ന് പറയുന്നത് നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ്. നല്ല മനുഷ്യരാണ്. അതിൽ ഏറ്റവും പ്രധാനം മനസ്സാണ്. ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുക. കലാഹൃദയം ഉള്ള മനസ്സ്, ആ കല പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ഇന്നിവിടെ കണ്ടത്. ടീം 4 ഒത്തൊരുമിച്ച് കലയുടെ ഉറവ ഇത് പുറത്തേക്ക് ഒഴുക്കിയതാണ് നമ്മളത് കണ്ടത്. ടീം 4 തെളിയിച്ച ഈ ദീപശിഖ, വഴിവിളക്ക് എന്നാണ് ഞാനതിന് പേരിട്ടത്. വി ബെസ്റ്റിന് വെളിച്ചമായി എന്നും നിലകൊള്ളും. വ്യത്യസ്തവും